2003 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയോടെ മത്സരിച്ചത് തെറ്റായിപ്പോയെന്ന് മുൻ ധനകാര്യമന്ത്രിയും സിപിഎം നേതാവുമായിരുന്ന വി വിശ്വനാഥ മേനോൻ. ഒരിക്കൽ ചാട്ടം പിഴച്ചെങ്കിലും ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും മേനോൻ പറഞ്ഞു. 92-ാം വയസ്സിന്റെ നിറവിലിരുന്ന് പഴയ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ നോക്കിക്കാണുകയാണ് അമ്പാടി വിശ്വമെന്ന വിശ്വനാഥ മേനോൻ. തെറ്റായി പോയി ചെയ്തതെന്നുള്ള അഭിപ്രായം എൻ്റെ അന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങ് വന്ന് എങ്ങനെയായാലും ഇത് പൊട്ടിക്കാൻ സാധിക്കുന്ന ഒരു തെറ്റായ കാൽക്കുലേഷൻ വന്നു. കരുണാകരൻ്റെ വോട്ട് കിട്ടിയത് ജയിക്കും, ഇതായിരുന്നു കണക്ക്. കരുണാകരന്റെ വോട്ട് സെബാസ്റ്റ്യൻ പോളിന് കൊടുത്തു. 2003 എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ PC തോമസും സ്കറിയ തോമസും നിർബന്ധിച്ചാണ് മത്സരിപ്പിച്ചത്. അന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന കരുണാകരന്റെ പിന്തുണയോടെ പാർലമെന്റിലെത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. കരുണാകരനാണ് പറ്റിച്ചത്. കരുണാകരൻ ആന്റി കോൺഗ്രസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കരുണാകരൻ്റെ വോട്ട് ഷുവറായിട്ട് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ. അപ്പോൾ കരുണാകരൻ പക്ഷേ വോട്ട് അങ്ങനെ CPM കൊടുക്കുന്ന രീതിയില്ല, സെബാസ്റ്റ്യൻ പോളിന് കൊടുത്തു. സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ തുടങ്ങിയതാണ് അമ്പാടി വിശ്വത്തിന്റെ പോരാട്ടം. 1967 കോൺഗ്രസിലെ കരുത്തനായ AM ജോസഫിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ചപ്പോൾ എതിരാളികൾ പോലും ജയന്റ് കില്ലർ എന്ന് വിശേഷിപ്പിച്ചു. ജയന്റ് കില്ലർ, അന്ന് എങ്ങനെ ജയിക്കുന്നവരെയൊക്കെ ജയന്റ് കില്ലർ എന്ന് വിളിച്ചെടുത്തു. അപ്പം അങ്ങനെ ജയന്റ് കില്ലർ എന്ന് പറഞ്ഞ് അന്ന് വിളിക്കേണ്ടായിരുന്നു. പക്ഷേ തോമസ് ഒരു ജയന്റ് ഒന്നും ആയിരുന്നില്ല, പാവപ്പെട്ട മനുഷ്യൻ. പ്രായം 92 എത്തി നിൽക്കുമ്പോഴും രാഷ്ട്രീയം ഹരമാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മേനോൻ പഴയ രാഷ്ട്രീയ നേതാവാകും. കൊള്ളാം, എന്തിപ്പോൾ അയാളെ പറ്റി കുറ്റം പറയാനൊന്നുമില്ല. അയാൾ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടെന്ന് പറയണത്. ഒറ്റ കാര്യം നേരെയായിട്ടില്ല, നോട്ടിന്റെ കാര്യം തന്നെ മതി. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരപ്പ് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കക്കൂസ് പണിയിലാണ് ഇവിടെ എൻ്റെ പരിപാടിക്ക്. വേറെ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പഴയ സ്കീം അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ നടന്നു പോയി, അല്ലാണ്ട് പുതിയതായിട്ട് സ്കീമുകൾ കൊടുത്തിട്ട്. പ്രചരണത്തിന് പോകാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അംഗത്വം പുതുക്കാതെ പാർട്ടിയുമായി വഴിപിരിഞ്ഞെങ്കിലും ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്ന് ഈ പഴയ ധനമന്ത്രി പറയുന്നു. ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയതാണ്. ആ പാർട്ടിയുടെ ഉള്ളിലിരുന്നുണ്ട് ഒരു ചാട്ടം പേശി പോയതുകൊണ്ടുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. N. ശ്രീനാഥ്, News 18 കൊച്ചി.